യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഒടുവിൽ നമ്മൾ കണ്ടത് കർത്താവായ യേശുക്രിസ്തു യഹൂദ്യ ദേശത്ത് അവിടുത്തെ ശിഷ്യന്മാരുമായിട്ട് വന്ന് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ കണ്ടത്. അതിൽ കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരോട് കൂടെയുള്ള സ്നാനത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കുമ്പോൾ അഥവാ ചിന്തിക്കുമ്പോൾ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നാനങ്ങളെക്കുറിച്ചൊരു ലഘുപഠനം, അതാണ് കഴിഞ്ഞ ആഴ്ച ഒടുവിൽ നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ പ്രധാനമായിട്ടും 6-7 ആശയങ്ങൾ നമ്മൾ ചിന്തിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്ന്, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കൂടെ കടന്നുള്ള ആ സ്നാനം. രണ്ടാമത് നമ്മൾ കണ്ടത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെ വിവിധ സ്നാനങ്ങൾ. മൂന്നാമത് നമ്മൾ പരിഗണിച്ചത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ, മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ചെങ്കടൽ കടന്നു മോശയോട് ചേർന്ന സ്നാനം. നാലാമത് നമ്മൾ കണ്ടത് യോഹന്നാന്റെ മാനസാന്തര സ്നാനമാണ്. അഞ്ചാമത് യേശു ക്രിസ്തു സ്നാനപ്പെട്ടതാണ്. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തി, ക്രിസ്തുവിന്റെ സ്നാനം. അഞ്ചാമത് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ സ്നാനം. ആറാമത് നമ്മൾ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, എനിക്കൊരു പാനപാത്രം കുടിക്കുവാനുണ്ട്. ആ സ്നാനം കർത്താവായ യേശു ക്രിസ്തു അക്ഷരീയമായി അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടാനുഭവവും ക്രൂശ് മരണവും പുനരുദ്ധാനവും ഉൾക്കൊള്ളുന്ന സ്നാനം, കർത്താവിൻ്റെ പീഡാനുഭവം, കഷ്ടാനുഭവം എന്ന സ്നാനമാണ്. അതിൽ നമ്മൾക്കും പങ്കുണ്ട് കേട്ടോ. കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ ആ പാനപാത്രം നിങ്ങൾ കുടിക്കും, ആ സ്നാനം നിങ്ങൾ ഏൽക്കും, എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുക എന്നുള്ള വരം നൽകുന്നത് എൻ്റേതല്ല, അത് പിതാവിൻ്റെതാണ്. അതാണ് നമ്മൾ ഒടുവിൽ കണ്ടത്. ഇനി നമ്മൾക്ക് അടുത്ത് പറയാനുള്ള സ്നാനങ്ങളെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് തന്നെ പറഞ്ഞ് നമ്മുടെ തുടർ പഠനം നിവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സ്നാനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം, 1:43. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, മത്തായി 3:11 വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഞാൻ പ്രധാനമായിട്ട് ഈ വാക്യങ്ങളെ പറയുന്നുള്ളൂ. വേറെ റെഫറൻസസ് പലത് ഇതിന് അടിസ്ഥാനപ്പെട്ടതായിട്ട് തിരുവെഴുത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഇതേതാണ് സ്നാനം? യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിൽ ഉൾക്കൊള്ളുന്ന സ്നാനമാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ, അവൻ സ്നാനം കഴിപ്പിക്കുന്ന 2 സ്നാനങ്ങൾ, ഒന്ന് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തു നൽകുന്ന, കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ആത്മാ സ്നാനം, ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനം, ഇത് പുതിയ നിയമത്തിലെ ഒരു ഉപദേശ സത്യമാണ്.
ഈ സ്നാനം നൽകാൻ വേറെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ സ്നാനം നൽകുന്നത്, അഥവാ വേറൊരു വാക്ക് പറഞ്ഞാൽ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മാത്രമാണ് പരിശുദ്ധാത്മ സ്നാപകൻ. എനിക്കോ നമ്മുടെ ഷൈജൻ ബ്രദറിനോ രാജു മേക്കിൾ സാറിനോ നമ്മുടെ ജിജി സാറിനോ ആർക്കും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്താനുള്ള അധികാരവും അവകാശവും നൽകിയിട്ടില്ല. അതാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരു ചെറിയ ഉദാഹരണം പെട്ടെന്ന് ചുരുങ്ങിയ വാചകങ്ങളിൽ പറഞ്ഞു മുന്നോട്ട് പോകാം. ഒരിക്കലും ഞാനൊരു കൺവെൻഷന് സംബന്ധിക്കുമ്പോൾ ഈ പൊതുയോഗങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന്, പ്രത്യേകിച്ചും രക്ഷിക്കപ്പെടാത്തവരൊക്കെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ വരുന്നിടത്തൊക്കെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പല ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട പ്രസംഗകർക്കും അറിയത്തില്ല. അതുകൊണ്ട് ദൈവനാമം മാനിക്കപ്പെടുന്നതിനേക്കാൾ ദൈവനാമം ദുഷിക്കപ്പെടുന്നതാണ് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പൊതു ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഇപ്പൊ നമ്മൾ ചിന്തിച്ച നമ്മുടെ പാസ്റ്ററൊക്കെ ഉണ്ടല്ലോ, റെജിമോൻ പാസ്റ്ററൊക്കെ, ഷൈജൻ ബ്രദറൊക്കെ, നമ്മളൊക്കെ പൊതു ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമ്മള് വളരെ കരുതലുള്ളവരായിരിക്കും. നമ്മുടെ ഒരു ചെറിയ പെരുമാറ്റത്തിൽ പോലും കർത്താവിൻ്റെ ആ സുവിശേഷം ജനങ്ങൾ തിരസ്കരിക്കാൻ, അതിനെ അവർ മൈൻഡ് ചെയ്യാതിരിക്കാൻ, അവരെ അത് അവഗണിക്കാൻ കാരണമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലുള്ളവരായിരിക്കും. ഞാൻ ഈ പറയാൻ വന്നത്, പുനലൂരടുത്ത് നടന്ന ഒരു കൺവെൻഷനാണ്. ധാരാളം ആളുകൾ, ഇതര സമുദായസ്ഥർ ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ശുശ്രൂഷിക്കുന്ന ഒരാള് ആ സമൂഹത്തിലൂടെ ഓടി നടന്ന് ആളുകളുടെ ചെവിയിൽ ഊതുകയും പിന്നീട് തലയിൽ പിടിച്ചിട്ട് കുലുക്കുകയും, പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അറിയാവുന്ന കാര്യമാണല്ലോ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് അധികാരം തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കാൻ. എന്തൊരു വേദപുസ്തകത്തിന്റെ ബാലപാഠം അറിയാമോ ഇവർക്കൊക്കെ? ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മള് വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങരുത്. ദൈവജനം ശക്തമായിട്ട് പറയുന്നു, ആത്മസ്നാനം നൽകാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം നിയോഗിച്ചിരിക്കുന്നത് ഒരേ ഒരു പുരുഷനെയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നത്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഷൈജൻ ബ്രദറോ മറ്റ് നമ്മുടെ സഹോദരങ്ങളോ ആരെങ്കിലും എനിക്ക് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയം മാത്രം എടുക്കാൻ ഒരവസരം ഉണ്ടാക്കി തരുവാണെങ്കിൽ നമുക്ക് അന്നത് വിശദമായിട്ട് ചിന്തിക്കാം. ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള ചില അടിസ്ഥാനപരമായ ചില പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകും. ഒന്ന്, ഇത് യേശുക്രിസ്തു നൽകുന്ന സ്നാനമാണ്. സ്നാപകൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്, ഇനി ആ ആശയം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ആദ്യം പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്, യേശുക്രിസ്തുവല്ല. പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ആദ്യം പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. യേശുക്രിസ്തു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തുവാണ് രണ്ടാമത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ അപ്പോസ്തലന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
കർത്താവ് പറയുന്നതാണ് അത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം 4-5 വചനങ്ങൾ നോക്കിയേ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. യേശുക്രിസ്തുവിനോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. അടുത്തത് 5-ാം വാക്യം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഇത് ആര് പറഞ്ഞതാണ്? ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാ. ഞാൻ സ്വർഗത്തിൽ പോവാണ്, സ്വർഗത്തിൽ ചെന്നിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കും. അങ്ങനെ സ്വർഗത്തിൽ കർത്താവ് ചെന്നു. ഇത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്യാണ്? ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ ചെന്നതിന്റെ 10-ാമത്തെ ദിവസം എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നു. എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം ആദിമ വിശ്വാസികൾക്ക്, ആദിമ ശിഷ്യന്മാർക്ക് ലഭിച്ചു. ആ സഹിയോൻ മാളികയിൽ കൂടിയിരുന്ന 120ഓളം വരുന്നവർക്ക് ആണ് ആദ്യം ആത്മസ്നാനം ലഭിക്കുന്നത്. നോക്കണം, നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ വളരെ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിയിരുന്നു. ആരും നമ്മളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യരുത്. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ചരിത്രത്തിൽ ആദ്യമായി, ക്രൈസ്തവ ചരിത്രമെന്നല്ല, ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യമായി ആത്മസ്നാനം നടക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. നോക്കണം, ഈ കാര്യം പത്രോസ് പറയുന്നത് ഒന്ന് നോക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 11-ാം അധ്യായത്തിൽ ഈ കാര്യം പത്രോസ് ആവർത്തിച്ചു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതെവിടാന്നറിയാമോ? അത് 10ഉം 11ഉം അധ്യായത്തിലെ കാര്യങ്ങൾ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? 2-ാം അധ്യായത്തിലെ സംഭവം പെന്തക്കോസ്ത് നാളിലാണ്. അത് യെരൂശലേമിലാണ്, മർക്കോസിന്റെ മാളികയിലാണ്. അതിന് വേറൊരു വാക്ക് പറഞ്ഞാൽ സിഹിയോൻ മാളികയിലാണ്, മാളിക മുറിയിലാണ്. എന്നാൽ 10ഉം 11ഉം അധ്യായങ്ങളിൽ പറയുന്നത് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ സംഭവമാണ്. വിജാതീയനായ കൊർന്നല്യോസിന്റെ വീട്ടിൽ സുവിശേഷം പത്രോസ് പങ്കുവെച്ചപ്പോൾ വചനം കേട്ട് വിശ്വസിച്ച എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അത് കണ്ട പത്രോസ് ഉടൻ തന്നെ അവരെ എന്ത് ചെയ്തു? അവരെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അങ്ങനെ അവർക്ക് സ്നാനം കൊടുത്തു. എന്നാൽ ഈ സ്നാനം കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പെന്തക്കോസ്തു നാളിൽ നടന്ന കാര്യം പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിലെ സംഭവത്തോട് ചേർത്ത് അനുസ്മരിക്കുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്. പലരും ഇതിനോടൊന്നും ലിങ്ക് ചെയ്ത് പഠിക്കത്തില്ല. നോക്കട്ടെ, 16-ാം വാക്യം, 11-ാം അധ്യായം 15ഉം 16ഉം വാക്യം. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. കണ്ടോ? ഇത് സംഭവം 2-ാമത്തെ സംഭവമാണ്. ഏതാ? കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച്
പരിശുദ്ധാത്മ സ്നാനം ആവർത്തിക്കപ്പെടുകയാണ്. ആത്മസ്നാനം ആവർത്തിക്കപ്പെടുകയാണ്. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എങ്ങനെ? ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തു നാളിൽ നമ്മുടെ മേൽ, യഹൂദ വിശ്വാസികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ വിജാതീയരായി ഇവരുടെ മേലും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നു. ഇനി ഇവരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇനി ഇവരെ വെള്ളം വിലക്കാൻ പറ്റുമോ? പറ്റില്ല. പത്രോസ് പറയുകയാണ്, ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു. എന്താ? കർത്താവ് സ്വർഗത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞ വചനം ഞാൻ ഓർത്തു. എന്താ കർത്താവ് പറഞ്ഞേ? യോഹന്നാന് വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, നിങ്ങൾക്കോ ഏറിയ നാൾ കഴിയും മുമ്പേ ആത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം ഞാൻ ഓർത്തു. നോക്കണം, പെന്തക്കോസ്തിലെ സ്നാനം പോലെ തന്നെ കൊർന്നല്യോസിന്റെ ഭവനത്തിലും എന്തു നടന്നു? ആത്മസ്നാനം നടന്നു. ഇനി നമ്മൾക്ക് ഇതിന്റെ ഉപദേശപരമായ സത്യത്തിലേക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഉപദേശം എന്താ? ഈ ആത്മസ്നാനം കർത്താവ് നൽകുന്നത് എന്തിനു വേണ്ടിയാ? രാജു മൈക്കിൾ സാറൊക്കെ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം, നോട്ട് ചെയ്തും ഓർമ്മയിൽ ഇരിക്കേണ്ട കാര്യമാണ് ഞാൻ പ്രത്യേകം പറയുക. നോക്കുക, എന്തിനാണ് ഈ ആത്മസ്നാനം, പരിശുദ്ധാത്മസ്നാനം? നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ പരിശുദ്ധാത്മ സ്നാനം വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നത് പോലെയുള്ള അക്ഷരീയമായ സ്നാനമല്ല. ഇത് അദൃശ്യമാണ്, ആത്മാവിനാലുള്ള സ്നാനമാണ്, ആർക്കും കാണാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ആത്മസാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് സഭയ്ക്ക് നൽകുന്ന സ്നാനമാണ് ആത്മസ്നാനം. നോക്കാം നമുക്ക് ഈ സ്നാനം എന്തിനു വേണ്ടിയാ. ഞാൻ ചുരുക്കി കൂട്ടിയാണ് പറയുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം ഉപദേശം ഇനി ഞാൻ പറയുന്നു. സുവിശേഷങ്ങളിൽ നിന്ന് സ്നാനം ആത്മസ്നാനം സംബന്ധിച്ച് ഉള്ള പഠനം നമ്മൾ കണ്ടു. പ്രവൃത്തി പുസ്തകത്തിൽ അതിന്റെ പ്രായോഗികത നമ്മൾ കണ്ടു. ഇനിയും ലേഖനങ്ങളിൽ നമ്മൾ അതിന്റെ ഉപദേശം കാണാൻ പോവുകയാണ്. 1 ചരിത്രം, 2 പ്രായോഗികത, 3 ഉപദേശം. സുവിശേഷങ്ങളിലാണ് ചരിത്രം പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലാണ് ഓരോ ഉപദേശത്തിന്റെയും പ്രായോഗികത പറയുന്നത്. ലേഖനങ്ങളിലാണ് ഉപദേശം പറയുന്നത്. അപ്പോൾ ആത്മസ്നാനം സംബന്ധിച്ചുള്ള ഉപദേശം എന്താണെന്ന് നോക്കിയേ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഏതോ ഡിവൈസിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്, അതുകൊണ്ട് ദയവായിട്ട് അതൊന്ന് ക്രമീകരിക്കും. മ്യൂട്ട് ചെയ്ത് എന്നെ ആയിപ്പോയി കേട്ടോ, സാരമില്ല. ഓക്കെ. സോറി സാർ, സാറിനെ അറിയാതെ വന്നു. അത് ഏതോ ഡിവൈസിൽ നിന്ന് വന്ന ഞാൻ മ്യൂട്ട് ചെയ്തപ്പോ സാറിനെ ആയിപ്പോയി. സാരമില്ല, അപ്പോ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇതിന്റെ ഉപദേശം പറയുന്നു. നോക്കട്ടെ, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇവിടെ 2 ആത്മാവിനെ ബന്ധിക്കുന്ന 2 ഉപദേശങ്ങളുണ്ട്.
പലരും ഒരെണ്ണെ പരിഗണിക്കാറുണ്ട്. രണ്ട് പ്രദേശങ്ങളുണ്ട് ഇവിടെ. എന്തൊക്കെയാ? ഒന്ന് ആത്മസ്നാനവും മറ്റേത് ആത്മപാനവും. നമ്മളിപ്പോ ചിന്തിക്കുന്നത് സ്നാനത്തോട് ബന്ധപ്പെട്ട് ആത്മസ്നാനമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ എന്നോടൊപ്പം ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിലൊന്ന് വായിക്കുക. എന്താ? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ, എനിക്കിത് മനപ്പാടം അറിയാമെന്ന് വിചാരിച്ചാരും നോക്കാതിരിക്കരുത്. സ്വതന്ത്രരോ, നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. ശ്രദ്ധിക്കണേ, നാം എല്ലാവരും. ഇതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്, ദാസന്മാരുണ്ട്, പിന്നെ സ്വതന്ത്രരുണ്ട്. വിവിധ ഓരോരോ വ്യത്യസ്ത വ്യക്തികളാണ്. ഇവരെയൊക്കെ ഇവരുടെ ജാതിപ്പേര് പറഞ്ഞ ഇവിടെ പറയുന്നത്. യഹൂദൻ, യവനൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കും ജെന്റൈൽസ് എന്ന് തന്നെ, ജാതികളെന്ന്. യഹൂദന്മാരോ ജാതികളോ സ്വതന്ത്രന്മാരോ ദാസന്മാരോ എല്ലാവരും. അപ്പം നമ്മൾ വ്യത്യസ്ത വ്യക്തികളാണ്. ഈ വ്യത്യസ്ത വ്യക്തികളെ എന്ത് ചെയ്തു നോക്കിയേ? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വ്യത്യസ്തരായ വ്യക്തികളെ എന്ത് ചെയ്തു? ഒരു ശരീരമാക്കി, ഏക ശരീരമാക്കി. എന്നെയും രാജു മൈക്കിൾ സാറിനെയും ഷൈജം ബ്രദറിനെയും ജിജി ബ്രദറിനെയും നമ്മുടെ കുര്യാച്ചൻ സഹോദരനെയും ഡോക്ടറെ, നമ്മളെല്ലാവരെയും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ ആരൊക്കെയുണ്ടോ ആ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കൂടെ ചേർത്ത് എന്തുണ്ടാക്കി? ഒരു ശരീരം. ആ ഒരു ശരീരം ഏതാ? ഏതാ ഒരു ശരീരം? ദൈവസഭ. ദൈവസഭ. അപ്പോൾ ആർക്കാണ് ആത്മസ്നാനം? രക്ഷിക്കപ്പെട്ടവർക്ക്. ആ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നോക്കണം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാം വാക്യം. സഭയോട് ചേർക്കുന്നത് ആരെയാണ്? കർത്താവ്. 2:47 ഒടുവിലത്തെ വാചകം എന്താ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർക്കുക. ആ സഭയോട് ചേർക്കുന്ന പ്രക്രിയ എങ്ങനെയാ? കണ്ടോ? അതാ 1 കൊരിന്ത്യർ 12:13. അതിനൊരു പ്രക്രിയയുണ്ട്. ഈ ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുമ്പോൾ കർത്താവ് അവർക്ക് നൽകുന്നതാണ് ആത്മാ സ്നാനം. മനസ്സിലായോ? ഇനിയും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും, ശബ്ദമൊന്നും വരത്തില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുന്നവര് പറഞ്ഞു. ആത്മസ്നാനം പ്രാപിച്ചവര് മാത്രമേ എവിടെ ഉള്ളൂ? ദൈവസഭയിലുള്ളൂ. ഇനി രക്ഷിക്കപ്പെട്ടവരെയാണ് എന്ത് ചെയ്യുന്നത്? സഭയോട് ചേർക്കുന്നത്. അപ്പോൾ ഈ ആത്മസ്നാനം എപ്പോഴാണ് ലഭിക്കുന്നത്? രക്ഷിക്കപ്പെടുമ്പോൾ. മനസ്സിലായോ? ഇന്ന് അനേക സഭകൾ പഠിപ്പിക്കുന്ന കൊടും ദുരുപദേശം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന 2ാമത്തെ അനുഗ്രഹമാണ് ആത്മസ്നാനം എന്നാണ്. കൊടും വിഷം വമിക്കുന്ന ദുരുപദേശമാണ്. ഞാനത് ഒരു കാര്യം അടിവരയിട്ട് പറയാം. ആത്മസ്നാനം ലഭിക്കാത്ത ആരും സഭയിലില്ല. ഇനി ആത്മസ്നാനം ലഭിക്കാത്തവർ സഭയിൽ ഇല്ലെങ്കിൽ
കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നത് ആത്മസ്നാനം പ്രാപിച്ച് ദൈവസഭയോട് ചേർന്ന സകല വിശുദ്ധന്മാരുമാണ് എടുക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ഈ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകം ഓർക്കണം, ആത്മസ്നാനം ഒരു രണ്ടാം അനുഗ്രഹമല്ല, ഒന്നാം അനുഗ്രഹമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതാണ്. രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ വിശ്വസിക്കുന്ന സമയത്ത്, ഈ 1 കൊരിന്ത്യർ 12:13 ഭാഷ്യത്തിൽ പറയുവാണെങ്കിൽ, ആത്മപാനം എപ്പോൾ നടക്കുന്നോ അപ്പോൾ തന്നെ ആത്മസ്നാനവും നടക്കുകയാണ്. കേട്ടോ? ആത്മപാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മപാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനെ കുടിക്കുന്നതാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ വന്ന് നിന്ന് കർത്താവ് പറഞ്ഞ എന്താ? എന്റെ അടുക്കൽ വന്ന് കുടിക്കുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കാനാ പറഞ്ഞത്. യോഹന്നാൻ 7:36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. എന്റെ അടുക്കൽ വന്ന് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ആത്മപാനം എപ്പോൾ നടക്കുന്നു? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആത്മപാനം ലഭിക്കുന്നു. അതേ സമയത്ത് തന്നെ ഓൺ ദ വെരി മൂവ്മെന്റ്, അതേ സമയത്ത് എന്ത് ചെയ്യാണ്? ആത്മസ്നാനവും നമ്മൾക്ക് ലഭിച്ച് ദൈവസഭയോട് ചേരുകയാണ്. ഒരാൾ വെള്ളത്തിൽ സ്നാനപ്പെടുന്നതിന് മുമ്പ് നടക്കുന്ന സ്നാനമാണ് ആത്മസ്നാനം. കേട്ടോ? ജലസ്നാനം രണ്ടാമത്. രക്ഷിക്കപ്പെടുമ്പോൾ ആത്മസ്നാനം കിട്ടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കളാണ് ജലത്തിൽ കർത്താവിനെ സാധിക്കുന്നത്. സ്തോത്രം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദൈവസഭയോട്, ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ഒരു വ്യക്തിയെ ചേർക്കുവാൻ യേശുക്രിസ്തു നൽകുന്ന സ്നാനമാണ്, നമ്മുടെ കർത്താവ് നൽകുന്ന സ്നാനമാണ് ആത്മസ്നാനം. ഇനി നമ്മൾക്ക് ഇപ്പൊ നമ്മൾ കണ്ടത് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം, ആത്മാവിനാലുള്ള സ്നാനമാണ് ഇപ്പോൾ നാം കണ്ടത്. ഇനി അടുത്തത്, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്നാനം ഏതാണ്? അതിനോട് ചേർന്നുള്ളത് തന്നെയാ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സ്നാനം. മത്തായി 3:11-12 എന്താ? എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുകയാണ്, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. പിന്നെ പരിശുദ്ധാത്മാവിൽ മാത്രമല്ല, തീയിലും സ്നാനം കഴിപ്പിക്കും. തീയിലെ സ്നാനം, അഗ്നി സ്നാനം. നമ്മളെ എല്ലാവരും കേട്ടിട്ടുള്ളവരാണ്. രക്ഷിക്കപ്പെട്ട് ഈ ബൈബിൾ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയും വേദപുസ്തകം വായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്നാനം. ഏതാ? ഈ തീ കൊണ്ടുള്ള സ്നാനം. അതിന് നമ്മൾ മലയാളത്തിൽ ഇപ്പൊ പൊതുവേ ഉപയോഗിക്കുന്നത് എന്താ? രാജു മൈക്കിൾ സാറിനൊക്കെ അറിയാം, അഗ്നിസ്നാനം അല്ലേ? ആത്മസ്നാനവും അഗ്നി സ്നാനവും. ഒരു പാട്ട് തന്നെയുണ്ട്, ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈക്കീഴിൽ അല്ലയോ എന്ന് പഴയ ഒരു പാട്ട് ഒരു ദൈവദാസൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതും യേശുക്രിസ്തു തരുന്നതാണ്, യേശുക്രിസ്തു നൽകുന്നതാണ്. ആത്മസ്നാനം പോലെ തന്നെ കർത്താവ് നൽകുന്നതാണ് ഏത്? അഗ്നിസ്നാനം.
നമ്മൾക്ക് വളരെ വേഗം, ഇതൊരു വിശദമായ പഠനമല്ല കേട്ടോ, വാക്യങ്ങളെല്ലാം എടുത്ത മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളിലും ആത്മസ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 സുവിശേഷങ്ങളിൽ മാത്രമേ അഗ്നിസ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. 4 സുവിശേഷങ്ങളിലും ആത്മസ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ 2 സുവിശേഷങ്ങളിൽ മാത്രമേ അഗ്നിസ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് ഒന്ന് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലും 3:11, രണ്ടാമത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലുമാണ്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ 2 സ്ഥലത്തു മാത്രമേ എന്ത് പറയുന്നുള്ളൂ? അഗ്നിസ്നാനത്തെ കുറിച്ച് പറയുന്നുള്ളൂ, തീ കൊണ്ടുള്ള സ്നാനത്തെ കുറിച്ച് പറയുന്നുള്ളൂ. നമ്മൾ സൂക്ഷ്മമായി ദൈവവചനം പഠിക്കണം. ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, അത് ഷൈജൻ ബ്രദറിനും നമ്മുടെ ഡോക്ടറിനും ഒക്കെ വ്യക്തമായിട്ട് അറിയാം. ഞാനൊരു ബ്രദറുകാരനായിട്ട് നിന്ന് ബൈബിള് വായിക്കുകയോ ബൈബിള് പഠിപ്പിക്കുകയോ ബ്രദറുകാർ പഠിപ്പിക്കുന്ന ഉപദേശം മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും പഠിക്കാനും വേണ്ടി ബൈബിള് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഒരിക്കലും ഞാൻ അത് ചെയ്യത്തില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരു സഭക്കാരനായി നിന്ന് ഒരു സഭയുടെ ഉപദേശം നമ്മുടെ മനസ്സിലോട്ട് അങ്ങ് വച്ചിട്ട് മുൻവിധിയോട് ഒരിക്കലും ബൈബിളിനെ സമീപിക്കും. തുറന്ന മനസ്സായിരിക്കും. കർത്താവേ, അവിടുത്തെ വചനത്തിൽ എന്താണോ പറയുന്നത് അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ തുറന്ന മനസ്സോടുകൂടെ വേണം ഒരു യാക്കോബയക്കാരനായിട്ടോ ബ്രദറുകാരനായിട്ടോ പെന്തക്കോസ്തുകാരനായിട്ടോ കത്തോലിക്കനോ ഒക്കെ ആയിട്ട് ബൈബിള് വായിക്കരുത്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനാണ്. ഞാൻ കർത്താവിന്റെ ശിഷ്യനാണ്. കർത്താവ് എന്നെ എന്തു പഠിപ്പിക്കുന്നു, ദൈവാത്മാവ് എന്നെ എന്തു പഠിപ്പിക്കുന്നു, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കും. ഇത് ഞാൻ ഇതിനിടയ്ക്ക് അനുബന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളത്. നോക്കിയേ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ അഗ്നിസ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞ ആ വാചകം ലൂക്കോസ് എഴുതുന്നുണ്ട്. എന്താ? 16-ാം വാക്യം, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനപ്പെടുത്തും, പിന്നെ തീ കൊണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2 സ്നാനമുണ്ട്. ഏതൊക്കെ? ആത്മസ്നാനമുണ്ട്, പിന്നെ അഗ്നിസ്നാനമുണ്ട്, തീ കൊണ്ടുള്ള സ്നാനമുണ്ട്. നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കിയേ. അവിടെ 11-ാം വാക്യം, അവൻ നിങ്ങളെ, ഒടുവിലത്തെ വാചകം, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. അപ്പൊ മത്തായിയും പറയുന്നുണ്ട്. നോട്ട് ചെയ്യണ ഇതൊക്കെ. ജിജി സഹോദരൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അച്ഛാ നീലമഷിയും കൊണ്ടുള്ള പേനായും കൊണ്ടാണ് ഞാൻ നോട്ട് എഴുതുന്നത്, പക്ഷെ എൻ്റെ അടുത്ത് ചുവന്ന മഷിയുള്ള ഒരു പേനായും ഉണ്ട്. അപ്പൊ ഞാൻ വരയ്ക്കാനും നോട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും വേണ്ടി ചുവന്ന മഷിയുടെ ഒരു പേനായും എൻ്റെ അടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇരിക്കുന്നത്. അപ്പൊ ചുവന്ന മഷിയുടെ ഒരു പേന കൂടെ അടുത്തുണ്ടെങ്കിൽ, കാണിക്കുന്നു, അടുത്തുണ്ടെങ്കിൽ ആ ചുവന്ന മഷിയുള്ള പേനായും കൊണ്ടുകൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. നോക്കിയേ, ഇവിടെ 2 എന്തുണ്ട്? ആത്മസ്നാനവും ഉണ്ട്, പിന്നെ തീ കൊണ്ട്, അഗ്നി കൊണ്ടുള്ള സ്നാനം. ഇനി മറ്റൊരു കാര്യം നോക്കിയേ, ഇവിടെ 2 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 12-ാം വാക്യം, മത്തായി 3:12, വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. കണ്ടോ?
അഗ്നിസ്നാനം, തീ കൊണ്ടുള്ള സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് മത്തായി എഴുതുന്നത് എന്താണെന്നറിയാമോ? യോഹന്നാൻ പറഞ്ഞ കാര്യം എഴുതുക. വീശുമുറം കർത്താവിന്റെ കയ്യിലുണ്ട്, കളത്തെ മുറ്റും വെടിപ്പാക്കും, ആ കോതമ്പ് കളപ്പുരയിലോട്ട് ചേർത്ത് വയ്ക്കും, പിന്നെ പതിര് കെടാത്ത തീയിൽ ഇട്ട് കളയും. ഇനി ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വന്നേ. അവിടെ ആത്മസ്നാനത്തെ കുറിച്ചുമുണ്ട്, അഗ്നിസ്നാനത്തെ കുറിച്ചും പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ കണ്ടില്ലേ 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിലും തീ കൊണ്ടും സ്നാനപ്പെടുത്തും, സ്നാനം കഴിപ്പിക്കും. 17-ാം വാക്യം നോക്കിയേ, അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളെ. ഈ രണ്ടിടത്തും എന്ത് പറയുന്നുണ്ട്? വീശുമുറത്തിന്റെ കാര്യം പറയുന്നുണ്ട്, കളത്തിൽ കിടക്കുന്ന കോതമ്പിന്റെ കാര്യം പറയുന്നുണ്ട്. ഗോതമ്പ് ഈ വീശുമുറം കൊണ്ട് ശുദ്ധീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ഗോതമ്പ് എങ്ങോട്ട് മാറ്റും? കളപ്പുരയിലേക്ക് മാറ്റും. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ തീ കൊണ്ടുള്ള സ്നാനം ആർക്കാ? ഫലമില്ലാത്ത പതിരിന. കോതമ്പ് എങ്ങോട്ടാ ചേർത്ത് വയ്ക്കുന്നത്? ആരാ വീശുന്നത്? ആത്മാവിൽ സ്നാനപ്പെടുത്തുന്നത് പോലെ തന്നെ കോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുന്നത് കർത്താവാണ്. കർത്താവ് ഈ ഗോതമ്പും പതിരും തമ്മിൽ വേർതിരിച്ചിട്ട് എന്ത് ചെയ്യും? ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പതിര് കെടാത്ത തീക്കകത്ത് ഇട്ട് ചുട്ടുകളയും. കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം, എനിക്കിത് തീർത്തിട്ട് കുടിക്കാം. പതിര് കെടാത്ത തീക്കകത്തിട്ട് ചുട്ടുകളയും. ഈ പതിരെന്ന് പറയുന്നത് ഏതാ? 1-ാം സങ്കീർത്തനം 6-ാം വാക്യം. ദുഷ്ടന്മാർ അങ്ങനെയല്ല, പിന്നെ കാറ്റുമാറ്റുന്ന പതിർ പോലെ. അവർ കാറ്റുമാറ്റുന്ന പതിര് പോലെയാണ്. അപ്പൊ ഈ പതിര് ആരാ? രക്ഷിക്കപ്പെട്ടവരോ രക്ഷിക്കപ്പെടാത്തവരോ? രക്ഷിക്കപ്പെടാത്തവർ. ഗോതമ്പിനെ എങ്ങോട്ട് ചേർത്ത് വയ്ക്കും? കളപ്പുരയിലോട്ട് ചേർക്കും. ഈ പതിരിനെ എന്ത് ചെയ്യും? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? കെടാത്ത തീ. കെടാത്ത തീ എന്തിനെ കാണിക്കുക? നരകത്തെ കാണിക്കുക. കെടാത്ത തീക്കകത്തിട്ട് ചുട്ടുകളയുമെന്ന്. ശ്രദ്ധിക്കണേ. കർത്താവ് വരും, ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാകും. കോതമ്പാകുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, സ്വർഗമാകുന്ന കളപ്പുരയിലേക്ക് കർത്താവ് ചേർക്കും. രക്ഷിക്കപ്പെടാത്ത ദുഷ്ടന്മാരായ പതിരുകളെ കർത്താവ് കൂട്ടി കെടാത്ത തീയായ നരകത്തിൽ ഇടും. മനസ്സിലായല്ലോ? അപ്പോൾ അഗ്നിസ്നാനം ആർക്കുള്ളതല്ല? ദൈവമക്കൾക്കുള്ളതല്ല, രക്ഷിക്കപ്പെട്ടവർക്കുള്ളതല്ല, സഭയ്ക്കുള്ളതല്ല. രക്ഷിക്കപ്പെടാത്ത പതിരിനുള്ളതാണ് അഗ്നി കൊണ്ടുള്ള സ്നാനം. ഈ ക്രിസ്തീയ ലോകത്തിൽ ഈ ഉപദേശ സത്യം അറിയാതെ വിശ്വാസികൾക്കുള്ളതാണ് തീ കൊണ്ടുള്ള സ്നാനവുമെന്ന് പഠിപ്പിച്ച് ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. കർത്താവേ, എന്നെ ആത്മാവിൽ സ്നാനപ്പെടുത്തിയതുപോലെ എന്നെ തീ കൊണ്ടൊന്ന് സ്നാനപ്പെടുത്തണമെന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക. ആള് പ്രാർത്ഥിക്കുന്നത് എന്താ? കർത്താവേ, എന്നെ നരകത്തിലോട്ട് വിടണേ എന്നാ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വാക്ക്. യോഹന്നാന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും
ആത്മസ്നാനത്തെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ അഗ്നിസ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അഗ്നിസ്നാനത്തെ കുറിച്ച് അവിടെ പറയാത്തത് കൊണ്ട് കുരിശുമരത്തിന്റെ കാര്യമോ കളത്തിന്റെ കാര്യമോ കോതമ്പിന്റെ കാര്യമോ പതിരിന്റെ കാര്യമോ കെടാത്ത തീക്കകത്തിടുന്ന കാര്യമോ പറഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ സ്നാനം. അഗ്നിസ്നാനം, തീ കൊണ്ടുള്ള സ്നാനം ആർക്കുള്ളതല്ല? ദൈവമക്കൾക്കുള്ളതല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് ഉള്ളത് അല്ല. ഞാൻ ഇതിനു മുമ്പും ഇത് ഒരു പക്ഷെങ്കിൽ എന്നല്ല, ഞാൻ ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള സത്യം തന്നെയാണ്. അപ്പോൾ ഇപ്പൊ നമ്മള് കണ്ട സ്നാനം, 2 സ്നാനങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. ഒന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം, 2 തീ കൊണ്ടുള്ള സ്നാനം. ഇത് രണ്ടും കർത്താവാണ് നൽകുന്നത്. ഇത് രണ്ടും നേരിട്ട് കർത്താവാണ് നൽകുന്നത്. ആത്മസ്നാനം നൽകി കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയാകുന്ന ശരീരത്തോട് ചേർക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരെ കർത്താവ് തീ കൊണ്ടുള്ള സ്നാനം നൽകുന്നു, അഥവാ അവരെ കെടാത്ത തീയിലേക്ക് അവരെ തള്ളി ഇടുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെ. ഇനി നമ്മൾക്ക് 10ാമത് തിരുവഴുത്തിൽ കാണുന്ന സ്നാനം 9ആണോ? 1 പെട്ടകത്തിൽ ജലപ്രളയത്തിലെ സ്നാനം, 2 വിവിധ സ്നാനങ്ങൾ, 3 മോശയോട് ചേരുവാനുള്ള സ്നാനം, 4 യോഹന്നാന്റെ സ്നാനം, 5 യേശുക്രിസ്തു സ്വീകരിച്ച സ്നാനം, 6 കർത്താവിന്റെ ശിഷ്യന്മാരുടെ സ്നാനം, 7 കഷ്ടതയാകുന്ന സ്നാനം, 8 പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം, 3 തീ കൊണ്ടുള്ള 9 തീ കൊണ്ടുള്ള 10ാമത്തെ സ്നാനം ആണ് ഇനി പറയുന്നത്. 10ാമത്തെ ഏതാണ്? വിശ്വാസികളുടെ ജലസ്നാനം. ഇനി നമുക്ക് നമ്മുടെ പഠനഭാഗത്തേക്ക് വരാം. യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കാണുന്നത് യോഹന്നാന്റെ സ്നാനം. 1, 2 കർത്താവും ശിഷ്യന്മാരും നൽകിയ സ്നാനം. ഇത് പുതിയ നിയമ ക്രിസ്തീയ സ്നാനം അല്ല. കർത്താവും ശിഷ്യന്മാരും നൽകിയതും പുതിയ നിയമ ക്രിസ്തീയ സ്നാനം അല്ല. സ്നാനത്തെക്കുറിച്ചുള്ള, ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചുള്ള നിയോഗം കർത്താവ് നൽകുന്നത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. നിങ്ങൾ പുറപ്പെട്ടു പോയി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം. ഞാൻ ഈ പറയുന്ന ഓരോ വാചകങ്ങളും കഥയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതെല്ലാം അത് ചേർത്ത് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. ഇത് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന നിയോഗമാണ്. ഇത് അവരെന്നാണ് ചെയ്യേണ്ടത്, എന്നു മുതലാണ്, എന്ന് തുടങ്ങിയാണ് അവരിത് ചെയ്യേണ്ടത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1:8 എന്ന് മുതലാണ് അവര് ഈ ക്രിസ്തീയ സ്നാനം നൽകേണ്ടത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷ്യം പറയുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതല്ല, നിങ്ങളുടെ കേൾവിക്കാരൻ, നിങ്ങളെ കേൾക്കുന്നവരെ അവരോട് ഉപദേശിക്കണം, അവരെ ശിഷ്യപ്പെടുത്തണം, അവരെ സ്നാനപ്പെടുത്തണം. നമ്മൾ ഓർക്കണേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ
ഒരു കൊച്ച് മെസ്സേജ് ഇപ്പം ഞാൻ തുടർച്ചയായിട്ട് ഒരു മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ. അത് ഓഡിയോ ക്ലിപ്സുകളായിട്ട്. അവിടെ ഒരു 2 സുവിശേഷന്മാർ ഒരു ഓഡിയോ അവരിട്ട് ഇതാണ്: നമ്മൾ സുവിശേഷം പറഞ്ഞാൽ മതി, നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തതും അയച്ചതും നിയോഗിച്ചതും ഉപദേശങ്ങൾ പഠിപ്പിക്കാനാണ്. നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്ത് അയച്ചത് സുവിശേഷം പറയാൻ. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സഹോദരന്മാർ, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ, പ്രത്യേകിച്ചും വിവിധ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർ ഈ ക്ലാസ്സിൽ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഭാര്യ എന്നിവിടെ ഇല്ല, നിലമ്പൂർക്ക് വരികയാണ്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ വ്യക്തിപര രാത്രിയിൽ പലവട്ടം എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഒക്കെ പേര് പറഞ്ഞും അല്ലാതെയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ പറയാൻ വന്ന ഇതാണ്: നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നു, അധ്വാനിക്കുന്നു. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, അഥവാ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവ് നമ്മൾക്ക് പ്രതിഫലം നൽകുന്നത് നമ്മൾ സുവിശേഷം അറിയിച്ചതിന് മാത്രമല്ല. നമ്മളെ കർത്താവ് അയച്ചത് സുവിശേഷം അറിയിക്കാൻ മാത്രമല്ല കേട്ടോ. സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണേ. ദൈവദാസൻ, സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം മാത്രമല്ല. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ശിഷ്യരാക്കണം കേട്ടോ. സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തി അങ്ങനെ അങ്ങ് പോകാനല്ല. ആ രക്ഷിക്കപ്പെടുന്നവരെ ആരാക്കണം? ശിഷ്യരാണ്. രക്ഷിക്കപ്പെട്ടവർ എന്നുള്ളതും ശിഷ്യത്വം എന്നുള്ളതും 2 അവസ്ഥയാണ്. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം: രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ. പക്ഷേ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ശിഷ്യത്വത്തിലേക്ക് വളരണം. അത് ഞാനിവിടെ നമ്മൾ ഈ പഠിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാനൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മത്തായി 28 അവസാനം അപ്പോസ്തലന്മാർ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം തുടങ്ങിയുള്ള വചനത്തോട് ബന്ധപ്പെടുത്തി നമ്മളുടെ ഹൃദയത്തിൽ നമ്മളെ ഭരിക്കേണ്ട കാര്യം. ഞാൻ കേവലം ഒരാളോട് സുവിശേഷം പറഞ്ഞിട്ട് പോരുകയല്ല, ആളിനെ ആത്മീയമായി വളർത്തണം. ദൈവവചനത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണമെന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ടീച്ച് എന്നുള്ള വാക്ക, പഠിപ്പിക്കണം എന്നാണ്. അവരെ പഠിപ്പിക്കണം. സുവിശേഷം പറയണം 1, 2 പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? കർത്താവ് കൽപ്പിച്ചതെല്ലാം അവരെ പഠിപ്പിക്കണം. കർത്താവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിച്ച് അവരെ ശിഷ്യന്മാരാക്കണം, ശിഷ്യകളാക്കണം. വചനത്തിൽ അവരെ ഉറപ്പിക്കണം. ആ രക്ഷിക്കപ്പെട്ടു വിശ്വാസത്തിലേക്ക് വന്നയാള് ഒരു യഹോവ സാക്ഷിക്കാരൻ വന്ന് ഒരു ഉപദേശം പറയുന്നുണ്ട് അങ്ങോട്ടും അറിയുക, ശാപരുകാരൻ വന്ന് ഒരു ഉപദേശം പറയുന്നുണ്ട് ഇങ്ങോട്ടും അറിയില്ല. അവരെ ശിഷ്യപ്പെടുത്തണം, ഉപദേശത്തിൽ അവരെ സ്ഥിരപ്പെടുത്തണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ് ശിഷ്യത്വം എന്നുള്ളത്. അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് നടത്തി വേണം അവരെ സ്നാനപ്പെടുത്താൻ. പെട്ടെന്ന് പിടിച്ചങ്ങ് മുക്കുകയല്ല, വെള്ളത്തിൽ മുക്കുകയല്ല, അവരെ ശിഷ്യപ്പെടുത്തിയിട്ട് വേണം സ്നാനപ്പെടുത്താൻ. ഞാനൊരു ചെറിയ ഉദാഹരണം ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോവാ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായത്തില് ഫിലിപ്പോസ്, നമുക്കറിയാമല്ലോ, എടുക്കുകയൊന്നും വേണ്ട, നമുക്ക് മനപ്പാട് അറിയാവുന്ന ഫിലിപ്പോസ് ആരെ? ഷണ്ണനോട് സുവിശേഷം, ഷണ്ണനെ സ്നാനപ്പെടുത്തി അല്ലേ?
അവരിരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ, പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയി. എൻ്റെ കൂടെ ചിന്തിക്കണേ, എന്നോടൊപ്പം ചിന്തിക്കണേ. വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. ഇപ്പൊ ഞാന് രാജു മൈക്കിൾ സഹോദരനെ വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തിയിട്ട് വെള്ളത്തിൽ നിന്ന് പൊക്കി കഴിഞ്ഞപ്പോ എന്നെ കാണാൻ പരിശുദ്ധാത്മാവങ്ങ് എന്നെ എടുത്തു. എന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും നേരം വന്ന വഴിക്ക് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ടപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ സ്നാനപ്പെടുത്തി ഉപദേശിയെ കാണാൻ ചിന്തിച്ചു കഴിഞ്ഞു. അന്താളിച്ചു പോകത്തില്ലേ? പകച്ചു പോകത്തില്ലേ? എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ? ഷണ്ണൻ സന്തോഷിച്ചും കൊണ്ടവന്റെ വഴിക്ക് പോയി. ഒരന്താളിപ്പുണ്ടായില്ല. കണ്ടോ? അന്താളിപ്പുണ്ടായില്ല. അവൻ പകച്ചില്ല, സ്തംഭിച്ചില്ല, സന്തോഷിച്ചും കൊണ്ട് അവന്റെ വഴിക്ക് പോയി. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ യാത്രക്കിടയ്ക്ക് രക്ഷിക്കപ്പെടുത്തുക മാത്രമല്ല, പിന്നെ രക്ഷിക്കപ്പെട്ട ഒരാള് എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യവും ആര് പറഞ്ഞു കൊടുത്തു? ഷണ്ണനോട് ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാ സ്നാനപ്പെടുത്തിയേ. അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന കാര്യത്തെ കുറിച്ച് തനിക്ക് യാതൊരു സന്ദിഗ്ധാവസ്ഥയും ഉണ്ടായില്ല, ഒരു സംശയവും ഉണ്ടായില്ല. ഇതാണ് ക്രിസ്തീയ സ്നാനത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇന്ന് അങ്ങോട്ട് ചെല്ലുക, പെട്ടെന്ന് സുവിശേഷം പറയുക, രക്ഷിക്കപ്പെട്ടു എന്ന് കണ്ടു എന്ന് കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് വെള്ളത്തിൽ മുക്ക. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ശിഷ്യപ്പെടുത്തിയിട്ട് വേണം സ്നാനപ്പെടുത്താൻ. ഒരിക്കൽ ഒരു സ്ഥലത്ത് നടന്ന ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സുവിശേഷം കേട്ട ഒരാൾ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ ഈ രക്ഷയിലേക്ക് നടത്തിയ ആൾ, ആ ദൈവദാസൻ പറഞ്ഞു, നമുക്ക് പുള്ളി ഉടനെ അങ്ങ് സ്നാനപ്പെടുത്താം. അപ്പൊ വിശ്വാസികൾ പറഞ്ഞു, എൻ്റെ പൊന്ന് ദൈവദാസനെ, ഇദ്ദേഹം അങ്ങോട്ട് രക്ഷിക്കപ്പെട്ടതല്ലേ ഉള്ളൂ, ഉടനെ നമുക്ക് മുക്കണ്ട, ഇപ്പൊ സ്നാനപ്പെടുത്തണ്ട. ഉടനെ ഇദ്ദേഹം പറയുവാണ്, പിന്നെ അങ്ങ് ശരിയായിക്കോളൂ. എന്തോ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവനങ്ങ് ശരിയായവനെയാണോ സ്നാനപ്പെടുത്തേണ്ടത്? ശരിപ്പെടുത്താൻ വേണ്ടിയാണ്. ശരിയായവനെ സ്നാനപ്പെടുത്തേണ്ടത്. ഇന്ന് എന്താ ആദ്യം സ്നാനം, അതാണ് ഇന്ന് മുഖ്യമായിട്ടുള്ളത്. പലർക്കും ദൈവവചനം കൃത്യമായിട്ട് പറയുന്നു, വിശ്വസിച്ച് ശിഷ്യത്വത്തിലേക്ക് വന്നവർ അവർ ഉറപ്പായും കർത്താവിന്റെ ശിഷ്യരാണ് എന്ന് സ്നാനപ്പെടുത്തുന്നവർക്ക് കൂടെ ബോധ്യം ഉണ്ടാകുവാൻ ആവശ്യം. അതാണ് ക്രിസ്തീയ സ്നാനം എന്നുള്ളത്. എന്നാൽ ഇവിടെ പറയുന്ന സ്നാനം യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 22 മുതൽ പറയുന്ന 22, 23 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല. അത് യോഹന്നാൻ നൽകിയതാകട്ടെ, കർത്താവും ശിഷ്യന്മാരും നൽകിയത് ആകട്ടെ, ക്രിസ്തീയ സ്നാനം ആയിരുന്നില്ല. യോഹന്നാന്റെ മാനസാന്തര സ്നാനവും യേശുക്രിസ്തുവും ശിഷ്യന്മാരും നൽകിയത് പെന്തക്കോസ്ത് നാളിന് മുമ്പുള്ള, സഭ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഹൃദയങ്ങളെ ഒരുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്നാനം ആയിരുന്നു എന്ന് നമ്മൾക്ക് ഊഹിക്കാൻ സാധിക്കും. ഇവിടെ വേറൊരു കാര്യത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. 24-ാം വാക്യം നോക്കി, ഒറ്റ വാചകവും. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല.
അപ്പോൾ യോഹന്നാൻ അപ്പോൾ തടവിലല്ല, പുറത്ത് കർത്താവിനോടൊപ്പം ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇവിടെ യോഹന്നാനെ തടവിലാക്കിയ കാര്യം പറയുന്നില്ല. അന്ന് വരെ തടവിലാക്കിയിരുന്നില്ല എന്നേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് തടവിലാക്കി എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ആക്റ്റീവായി ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുക, IPC സഭയോട് ബന്ധപ്പെട്ട് ഒരു പാസ്റ്ററായിട്ട് നന്നായിട്ട് വചനം പഠിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ് നമ്മുടെ റെജിമോൻ ജോസഫ് പാസ്റ്റർ. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച എനിക്കൊരു മെസ്സേജ്, വോയിസ് മെസ്സേജ് ഇട്ടു. അത് ക്ലാസ്സിനിടയ്ക്ക് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ദൈവദാസനോട് എന്നെ ദൈവദാസൻ സംബോധന ചെയ്യുന്നത് ദൈവദാസനോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് ഒരു പ്രസംഗം അദ്ദേഹം കേട്ടു. ഏതോ ഒരു ദൈവദാസന്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗം ഇതാണ്: യോഹന്നാൻ സ്നാപകനെ തടവിലാക്കി. നമ്മുടെ ഈ ഭാഗത്തോട് ചേർത്താണ് ആ സംശയം. യോഹന്നാൻ സ്നാപകനെ തടവിലാക്കാനും അദ്ദേഹത്തിന്റെ ശിരച്ഛേദം ചെയ്യാനും കാരണം കർത്താവ് വന്നു ശുശ്രൂഷ തുടങ്ങിയിട്ടും യോഹന്നാൻ ശുശ്രൂഷ നിർത്തിയില്ല. യോഹന്നാൻ സ്നാപകൻ എന്ത് ചെയ്തു? ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ദൈവം അദ്ദേഹത്തെ അയച്ചത് കർത്താവിന് വഴിയൊരുക്കാനാണ്. കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാതെ തുടർന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവനെ ജയിലിലിട്ടു, അവന്റെ തലയും കൊയ്തു. ഈ പറഞ്ഞത് ശരിയാണോ? കേട്ടാ നല്ല ഒരാശയമായിട്ട് തോന്നും അല്ലേ രാജു മൈക്കിൾ സാറേ? അതെ അതെ അതെ. ഇത് കേട്ട ഒരു പുതിയ ആശയം, നല്ലൊരു എന്തോ ഒരു അബദ്ധപ്പഞ്ചാംഗമായി പറഞ്ഞു. യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയത് യേശുക്രിസ്തു വന്ന് ശുശ്രൂഷ തുടങ്ങിയിട്ടും അദ്ദേഹം ശുശ്രൂഷ തുടർന്നത് കൊണ്ടല്ല എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? യോഹന്നാനെ തടവിലാക്കിയതിന്റെ കാരണം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ തടവിലാക്കിയെന്നറിയാമോ? ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യയെ തന്റെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നത് പാപമാണ് എന്ന് അരമനയുടെ ഭിത്തികളിൽ പ്രതിധ്വനിക്കത്തക്ക വിധത്തിൽ യോഹന്നാൻ പറഞ്ഞു. നീ ചെയ്തത് പാപമാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്, ഇത് പാപമാണ്. അത് കേട്ട ഹേരോദാവാണ് എന്ത് ചെയ്തത്? യോഹന്നാനെ തടവിലാക്കിയത്. അല്ലാതെ യേശുവിനോടുകൂടെ എന്തോ ഒരു ദൈവം പോലും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. അത് ഇദ്ദേഹത്തിന് വെളിപ്പെട്ടു. വചനത്തിൽ ഇല്ലാത്തത് പറയരുത്. പറഞ്ഞാലുണ്ടല്ലോ അതിന്റെ ശിക്ഷ ചെറുതായിരിക്കുകയില്ല. കൃത്യം പറയുക. ഇനിയും ഹേരോദാവിന് ഇദ്ദേഹത്തോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. ആരോട്? യോഹന്നാൻ. എന്നാൽ യോഹന്നാനോട് ഹേരോദാവിനുണ്ടായിരുന്ന ആ താല്പര്യം അറിയാവുന്ന ഫിലിപ്പിന്റെ ഭാര്യയായി ഹേരോദാവിന്റെ 2ാം ഭാര്യയായിട്ട് വന്ന ഈ സ്ത്രീക്ക് യോഹന്നാൻ സ്നാപകനോട് തീർത്താൽ തീരാത്ത പകയും ഒടുങ്ങാത്ത കോപമുണ്ട്. അതിനാണ് ഹേരോദാവിന്റെ ജന്മദിനത്തിൽ മോളെ കൊണ്ട് ഈ അമ്മമാരെ ചെയ്യുന്ന പരിപാടി നയിക്കും. അവനെ സന്തോഷിപ്പിക്കാൻ നൃത്തം ചെയ്യിപ്പിച്ചിട്ട് നോക്കെന്ത് വേണമെന്ന് ചോദിച്ചപ്പോ
ആരാ ആലോചന പറഞ്ഞു കൊടുക്കുന്നത്? ആമേൻ. പ്രവാചകന്റെ തല താലത്തിൽ വെച്ച് തരണം. യോഹന്നാനെ ശിരച്ഛേദം ചെയ്തത് എന്തുകൊണ്ടാണ്? യോഹന്നാന്റെ അന്തഃപുരത്തിൽ നടന്ന വ്യഭിചാരത്തിന്റെ പാപം ആ ദൈവദാസൻ വ്യക്തമാക്കി ഒരു പ്രവാചകന്റെ ശുശ്രൂഷ നിവർത്തിച്ചത് കൊണ്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ആരാ? നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ചെന്ന് തന്റെ പാപം ബോധ്യപ്പെടുത്തി. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? രാജാവ് തന്റെ പാപത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോൾ, നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കവിണ്ണു വീണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു പോയി, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പകരണമേ എന്ന് പറഞ്ഞ് അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ അവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഇവിടെ നടന്ന എന്താ? പാപം ബോധ്യപ്പെടുത്തിയ ദൈവദാസന്റെ തല വെട്ടി താലത്തിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാനിത് ചേർത്ത് വെച്ചത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ആരും വിശ്വസിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അന്ന് വരെ യോഹന്നാൻ തടവിൽ ആയിരുന്നില്ല. ഇനിയും ന്യായപ്രമാണത്തിന്റെ ആ പ്രമാണം വെച്ചാണ് അവിടെ യോഹന്നാൻ സ്നാപകൻ പ്രതികരിക്കുന്നതും ന്യായപ്രമാണത്തിലെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ് എന്താ? കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. അതാണ് ഹേരോദാവ് ചെയ്ത പാപം. ഇനി ഇവിടെ നമ്മൾ തുടർന്ന് കാണുന്നത് 25 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകന്റെ ഒടുവിലത്തെ സാക്ഷ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒടുവിലത്തെ സാക്ഷ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുകയാണ്. എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം, പഠനമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, 36 വരെയുള്ള ഈ വാക്യങ്ങൾ യോഹന്നാന്റെ സാക്ഷ്യമായിട്ട് ചിന്തിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ അത് കൃത്യമായിട്ട് യോജിക്കുകയില്ല. ഒന്നുകിൽ 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ, ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ ദൈവാത്മനിയോഗത്താൽ അനുബന്ധമായി രേഖപ്പെടുത്തിയതായിരിക്കാം. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കിയാൽ അത് പെട്ടെന്ന് അത് മനസ്സിൽ പതിയും. അതല്ലെങ്കിൽ 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞതായിരിക്കാനും സാധ്യതയുണ്ട്. നമുക്കത് പഠിച്ചു വരുമ്പോൾ കൂടുതൽ വ്യക്തമാണ്. എന്നാൽ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ചെന്ന് പറയുന്ന, ഉന്നയിക്കുന്ന പരാതിക്ക് യോഹന്നാൻ സ്നാപകൻ നൽകുന്ന മറുപടിയാണ് ഈ ഭാഗത്ത് നമ്മൾ തുടർന്ന് കാണുന്നത്. അത് 26 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ 25-ാം വാക്യത്തിൽ ഈ സംഭാഷണത്തിന്റെ സന്ദർഭം പറയുന്നു. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നു. 25-ാം വാക്യത്തിൽ അതിന്റെ സന്ദർഭം പറയുന്നു. എന്താ 25-ാം വാക്യം? നിങ്ങൾ നോക്കിക്കുക. എന്താ ആ വാക്യം ഒന്ന് വായിച്ചാൽ? യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായ ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി.
അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ 25-ാം വാക്യം മാത്രം മതി. യോഹന്നാന്റെ ശിഷ്യന്മാർ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. ഞാൻ ഇതിന്റെ സന്ദർഭം ഒന്ന് പറയാം, അപ്പോഴത്തേക്ക് സമയമാകുമോ എന്നൊരു സംശയമുണ്ട്. ശ്രദ്ധിക്കണേ. ഇവിടെ യേശുക്രിസ്തുവിനും ശിഷ്യന്മാരുണ്ടായിരുന്നു, പിന്നെ യോഹന്നാൻ സ്നാപകന് ശിഷ്യന്മാരുണ്ട്. യോഹന്നാൻ സ്നാപകന് ശിഷ്യന്മാരുണ്ട്, പിന്നെ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ട്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത് പറയാം, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് 25-ാം വാക്യത്തിൽ ഒരു യഹൂദനുമായിട്ട് എന്തുണ്ടായി? ശുദ്ധീകരണ നിയമം സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. വാദം, തർക്കം, ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ആർഗ്യുമെന്റ്, ഒരു തർക്കം ഉണ്ടായി. ഇനി നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരോട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ച്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടും യഹൂദ മത നേതൃത്വവും മതത്തിൽപ്പെട്ടവരും എന്ത് ചെയ്തു? തർക്കത്തിലേർപ്പെട്ടു. ഈ രണ്ട് കൂട്ടരുടെയും പ്രവർത്തനത്തെ സഹിക്കാൻ വയ്യാത്തവരായിരുന്നു ആര്? യാഥാസ്ഥിതിക യഹൂദന്മാർ. അതേസമയം ധാരാളം ദൈവസ്നേഹികളായ യഹൂദന്മാർ യോഹന്നാന്റെ പ്രസംഗം കേട്ടും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കണ്ടും ആകൃഷ്ടരായി യോഹന്നാനെയും യേശുക്രിസ്തുവിനെയും അനുഗമിച്ചു. അപ്പോൾ ഇത് കണ്ട യാഥാസ്ഥിതിക യഹൂദന്മാർ എന്ത് ചെയ്തു? ഇന്ന് ഇതാ സംഭവിക്കുന്നത്. യാഥാസ്ഥിതിക യഹൂദന്മാർ യോഹന്നാന്റെയും യേശുക്രിസ്തുവിന്റെയും അനുയായികളായി മാറുന്ന ഈ വിശ്വാസ സമൂഹത്തെ കണ്ടപ്പോൾ അവർക്ക് കലിയിളകി. അവരെന്ത് ചെയ്തു? ഏതെങ്കിലും വിധത്തിൽ ഈ രണ്ടു മാർഗത്തെയും പരാജയപ്പെടുത്താൻ അവർ ശ്രമിച്ചു. ഇവിടെ യോഹന്നാന്റെ ശിഷ്യന്മാരോട് ഏത് വിഷയത്തിലാണോ അവർ തർക്കം ഉണ്ടാക്കിയത്, അതേ വിഷയത്തിൽ തന്നെ കർത്താവിന്റെ ശിഷ്യന്മാരോടും തർക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും ഒന്ന് വായിച്ച് നമ്മൾക്ക് ആ സന്ദർഭം ഒന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഇവിടെ നോക്കിയേ, ഈ 25-ാം വാക്യത്തിൽ എന്താ വിഷയം? തർക്കത്തിന്റെ വിഷയം എന്താ? ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണ നിയമം. നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടില്ലേ? ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം. എന്താ? ശുദ്ധീകരണം. അത് ശുദ്ധീകരണ നിയമത്തിൽ ഉള്ളതാണ്. കൽപാത്രത്തിൽ ഒരു കല്യാണ വീട്ടിൽ പുറത്ത് വെള്ളം വെച്ചിരിക്കുന്നത് എന്തിനാ? കൈയും കാലും കഴുകാൻ വേണ്ടി. മരണ വീട്ടിൽ പോയാൽ കുളിക്കണം, ശവത്തെ തൊട്ടാൽ കുളിക്കണം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കൈ കഴുകണം. ഇതെല്ലാം എന്താ? ശുദ്ധീകരണ നിയമമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, എന്താ? ശുചിത്വ നിയമം. ശുചിത്വ നിയമം. ഇത് വേറെ പുസ്തകത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. സാനിറ്റൈസേഷൻ, ശുദ്ധീകരണ നിയമം. നോക്കേ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരോട് ബന്ധപ്പെടുത്തിയും ഈ തർക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ശിഷ്യന്മാർ എന്നുള്ള പദം ഇപ്പോഴങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ശിഷ്യന്മാർ എന്നുള്ള കാര്യം ഒരല്പം ചെറിയ തോതിൽ ഒരു പാരഗ്രാഫ് വരുന്ന കാര്യം നമ്മൾക്ക് ചിന്തിക്കാം. നോക്കിയേ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് യഹൂദന്മാരോട് തർക്കമുണ്ടായി. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കാര്യവും മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം ഹോംവർക്ക് തരികയാണ്. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ പകല് അത് വായിച്ച് കാര്യം ശരിക്കും മനസ്സിലാക്കും. 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ നോക്കിയേ. മർക്കോസ് 7-ന്റെ 3-4 വാക്യം. പരീശന്മാരും യഹൂദന്മാർ ഒക്കെയും
പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ഉം. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായ പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരുന്നു. ഇനി മതി, അത്രയും മതി. ഞാൻ ഇനി അതിന്റെ സന്ദർഭം പറയാം. താഴോട്ട് വരുന്നുണ്ടോ നോക്കിക്കോണേ. ഇവര് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ വിധിക്കുക. പലയിടത്ത് ഈ സംഭവം ആവർത്തിക്കുന്നു. മത്തായി 15 ഒക്കെ ഉണ്ട്. കർത്താവിനോട് ചെന്നിട്ട് പറയും, നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിച്ചു. കേട്ടോ, എന്റെ ശിഷ്യന്മാരെ എന്തൊരു പാപമാണ് ചെയ്യുന്നറിയാം. ഭയങ്കര പാല്. കൈ കഴുകാതെ ആഹാരം കഴിച്ചു. ആത്മീയ കാര്യങ്ങളൊന്നും പറയില്ല, കൈ കഴുകിയില്ല. കർത്താവ് മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ ആ ഭാഗം പറഞ്ഞു നിർത്താം. കർത്താവ് ഇവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ 7-ാം അധ്യായത്തിൽ തുടർന്ന് താഴോട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അവരോട് പറയുന്ന കാര്യം എന്താ? 24-ാം വാക്യം, സോറി, തൊട്ട് താഴെ 24 അല്ല, 15-ാം വാക്യം, 7:15. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അതിനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കണ്ടോ? കേൾക്കുവാൻ ചെവിയുള്ളവൻ. ഏത് സന്ദർഭത്തിലാ പറഞ്ഞെന്നറിയാമോ? ഈ വചനമൊക്കെ നമ്മൾ പറയുന്നതല്ലേ. മനുഷ്യന്റെ അകത്തോട്ട് ചെല്ലുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അവനിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അകത്തോട്ട് ചെല്ലുന്നത് അല്ല, പുറത്തോട്ട് വരുന്നതാണ്. ഈ അകത്ത് ചെന്നത് ഏതു രൂപത്തിൽ വന്നാലും അത് അശുദ്ധമാവും. നിങ്ങൾ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. ഈ അകത്തോട്ട് പോയിട്ടുള്ള ഏത് സാധനം ഏത് വഴിക്ക് പുറത്തു വന്നാൽ അതിന് ദുർഗന്ധം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. അപ്പോൾ ഈ അകത്തോട്ട് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അത് ഏതു വിധത്തിൽ നോക്കിയാലും, ആത്മീയ അർത്ഥത്തിൽ നോക്കിയാലും മറ്റേതർത്ഥത്തിൽ നോക്കിയാലും അകത്തോട്ട് പോകുന്നതല്ല. നീ നോക്കിയേ, കർത്താവ് പറയാണ്, മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. നിന്റെ കൈ കഴുകിയിട്ടോ കഴുകാതെയോ നീ ആഹാരം കഴിച്ചിട്ട് നിന്റെ അകത്തോട്ട് പോകുന്ന ആഹാരം ഉണ്ടല്ലോ, അത് ദഹിച്ചത് പോകേണ്ടിടത്ത് പൊക്കോളും. നീ സൂക്ഷിക്കേണ്ടത് എന്താ? നിന്റെ ഉള്ളിലുള്ളത് നോക്കണം. 21-ാം വാക്യം. ഇതൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ഈ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രസംഗിക്കാൻ. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം. ഇത് പുറത്തുനിന്ന് അകത്തോട്ട് കയറിയാണോ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നോ? അകത്തുനിന്ന് പുറത്തേക്ക് വരും. എന്റെ കർത്താവെ, അങ്ങേക്ക് നന്ദി. അവിടുന്ന് എത്ര വലിയവൻ. അവിടുന്ന് പറയുന്ന ആശയങ്ങൾ എത്രയോ ഉന്നതം. മനുഷ്യൻ ശുദ്ധനാകേണ്ടത് തൊലിപ്പുറത്തല്ല. മനുഷ്യൻ ശുദ്ധനാകേണ്ടത് അവന്റെ അകത്താണ് ശുദ്ധനാകേണ്ടത്. ഹൃദയമാണ് വെടിപ്പാക്കേണ്ടത്. കണ്ടോ? ഇത് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോടും യേശു കർത്താവിന്റെ ശിഷ്യന്മാരോടും ഈ ശുദ്ധീകരണം സംബന്ധിച്ചുള്ള വാദം, തർക്കമുണ്ടായി. ഇനിയും മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് ഇവരെ വിളിച്ച് ശരിക്ക് കർത്താവ് അവരോട് പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്താ? കർത്താവ് അവരെ പരീശന്മാരും കപടഭക്തിക്കാരായ പരീശന്മാരും പിന്നെ ശാസ്ത്രിമാരുമായുള്ളവരെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നത് നിർത്ത്, പിന്നെ അകം വെടിപ്പാക്ക്, വെള്ള തേച്ച ശവക്കല്ലറകളെ കർത്താവ് വിളിച്ചത്. കേട്ടോ? ഈ പുറത്ത് വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടി അല്ല
യഥാർത്ഥ ആത്മീകത്വം, യഥാർത്ഥ ക്രിസ്ത്യാനിത്വം, യഥാർത്ഥ വിശ്വാസ ജീവിതം. ഇവിടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. ഒന്ന് ട്രഡീഷണലിസം, 2 റിച്വലിസം. മർക്കോസ് 7-ലും മത്തായി 15-ലും കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സമ്പ്രദായം, നിങ്ങളുടെ ട്രഡീഷൻ. 2, നിങ്ങളുടെ ആചാരം, നിങ്ങളുടെ അനുഷ്ഠാനം. നിങ്ങൾ കൈ കഴുകുന്നു, കാല് കഴുകുന്നു, കുളിക്കുന്നു, നിങ്ങളുടെ അനുഷ്ഠാനം. കർത്താവ് പറഞ്ഞു, ഇത് 2 അല്ല ആവശ്യം. സമ്പ്രദായമല്ല മനുഷ്യന് വേണ്ടത്, പാരമ്പര്യമല്ല മനുഷ്യന് ആവശ്യം, റിച്വലിസം അല്ല, ആചാര അനുഷ്ഠാന ക്രമമല്ല ഒരു വ്യക്തിക്ക് ആവശ്യം. അവന്റെ ജീവിതത്തിൽ ആവശ്യം അവന്റെ അകം ശുദ്ധീകരിക്കപ്പെടണം, അവൻ മാനസാന്തരപ്പെടണം, അവൻ രക്ഷിക്കപ്പെടണം, അവൻ ദൈവത്തിനായി തീരണം, സ്വർഗത്തിന്റെ വകയായി തീരണം, യേശു കർത്താവ് അവന്റെ ഉള്ളിൽ വാഴണം, അവൻ ദൈവത്തിന്റെ മന്ദിരമായി തീരണം. ഇതാണ് യഥാർത്ഥ ആത്മീയത്വം, സ്പിരിച്വലിസം. മനസ്സിലായോ? ട്രഡീഷണലിസവും റിച്വലിസവും അല്ല, സ്പിരിച്വലിസം. അതാണ് ബൈബിൾ പ്രഘോഷിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതൊക്കെ വലിയ ആത്മീയ സന്ദേശങ്ങളാണെന്ന് ഇപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാനെങ്കിലും സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾക്ക് യഥാർത്ഥ ദൈവഭക്തരായി തീരാം. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഇന്ന് ഇതിന്റെ ആധിക്യം, യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഇതേ കാര്യം, പാരമ്പര്യവാദവും അനുഷ്ഠാനവാദവും. എന്നാൽ എന്തില്ല? ആത്മീയത്വം വേണ്ട. ചിന്തിക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരമായി ഇത് മാറട്ടെ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.